ശ്രീ ഗോപകുമാർ, എന്തായാലും രജിസ്ട്രാർ മറുപടി നൽകിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞത് നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നാണ്. അതെങ്ങനെ ഉൾക്കൊള്ളാനാവും? അല്ല, ഇവിടെ പ്രഥമ ദൃഷ്ടിയാ കേരളത്തിന്റെ ഭരണാധികാരിയും അതുപോലെ തന്നെ സർവകലാശാലകളെ സംബന്ധിച്ചതിന്റെ പരമാധികാരിയുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ചാൻസലർ പങ്കെടുക്കുന്ന പരിപാടി അലങ്കോലപ്പെടുത്താൻ പ്രത്യക്ഷത്തിൽ മുന്നിട്ടിറങ്ങിയത് രജിസ്ട്രാർ ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് കേരളം മുഴുവൻ കണ്ടതാണ്, കേരളമല്ല ലോകം മുഴുവൻ കണ്ടതാണ്. അപ്പൊ അത് ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. അപ്പോ അവിടെ അദ്ദേഹം അതിന് പറയുന്ന ന്യായീകരണം അവിടെ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മതചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ്. മതചിഹ്നങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ അധികം ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ കൊടുക്കുന്ന സമയത്ത് ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ളത്, ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഒന്നല്ല രണ്ട് കണ്ടീഷൻ, ഏതാണ്ട് 24ഓളം നിബന്ധനകള് സർവകലാശാല മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഈ സംഘാടകരെ കൊണ്ട് അദ്ദേഹം ഒപ്പിടിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ഒരു രണ്ടാമത്തെ നിർദ്ദേശമായിട്ട് അദ്ദേഹം ഒപ്പിടിച്ചു വാങ്ങിച്ച നിബന്ധനയിൽ പറയുന്നത് മതപരമായ ആരാധനകൾ പാടില്ല, അതേപോലെ തന്നെ മതപരമായ പ്രഭാഷണങ്ങൾ പാടില്ല. ഇത് രണ്ടും അവിടെ നടന്നിട്ടില്ല, നടത്താൻ സംഘാടകർക്ക് ഉദ്ദേശവുമില്ല. അവിടെ നടന്ന പരിപാടിയിൽ ഏറ്റവും പ്രധാനമായിട്ട് 2 ഇനങ്ങളാണ്. ഞാനതിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആളാണ്, ആദ്യവസാനം പങ്കെടുത്തിരുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി അനുസരിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ ആ കാര്യക്രമം അനുസരിച്ച് തന്നെയാണ് അവിടെ പരിപാടി നടന്നത്. അതിലെ 2 ഇനങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ സംഘാടകർ ഉൾപ്പെടുത്തിയത്. ഒന്ന്, ഇന്ത്യയെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജനാധിപത്യ ധ്വംസനമായ അടിയന്തരാവസ്ഥ കാലത്ത് കൊടിയ പീഡനങ്ങൾ അനുവദിച്ച അതിന്റെ ഇരകളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. നമുക്കറിയാം, അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് പ്രഖ്യാപിച്ചിട്ട് 50 വർഷം പിന്നിടുകയാണ്. അപ്പോൾ 50 വർഷം പിന്നിടുന്ന സമയത്ത് 50 വർഷങ്ങൾക്ക് മുൻപ് കൊടിയ യാതനകൾ അനുഭവിച്ച ആളുകൾ വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, വന്ധ്യവയോധികരാണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അന്നത്തെ പീഡനത്തിൻ്റെതായ ബാക്കി പത്രങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ തരത്തിലൊക്കെ എന്തുകൊണ്ടും ഈ കാലഘട്ടത്തിൽ ആദരിക്കപ്പെടേണ്ട ആ വന്ധ്യവയോധികരായിട്ടുള്ള ആളുകളെ ആദരിക്കുക എന്നുള്ളതാണ് ഒരു ചടങ്ങ്. 2, ഈ അടിയന്തരാവസ്ഥയുടെ പ്രാധാന്യം പൊതു തലമുറയ്ക്ക് പകർന്നു നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ പ്രകാശനം. ഈ 2 പരിപാടി സംബന്ധിച്ച് മുൻകൂട്ടി സംഘാടകര് രജിസ്ട്രാറെ അറിയിച്ചിട്ടുള്ളതാണ്. ആ പരിപാടിക്കാണ് പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. അതിൽ അദ്ദേഹം വെച്ചിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് സർവകലാശാലയുടെ സ്ഥായിയായിട്ടുള്ള കണ്ടീഷനോടൊപ്പം ഇവിടെ പ്രസക്തമായിട്ടുള്ള ഒരു കണ്ടീഷൻ അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ നിരോധനത്തിന് ഉപോത്ബലകമായി അദ്ദേഹം പറയുന്നത്, മതപരമായ ബിംബങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു കണ്ടീഷൻ അവർക്ക് കൊടുത്ത നിബന്ധനയിൽ ഉണ്ടായിരുന്നില്ല. മതപരമായ ആരാധന പാടില്ല, പ്രഭാഷണം പാടില്ല. ഇത് രണ്ടും അവിടെ നടന്നിട്ടുമില്ല. പരിപാടി അധ്യവസാനം പങ്കെടുക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ നേരത്തെ ആർ വി ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ ഈ YMCA ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു എന്നുള്ളത് ശരിയല്ലേ? അത് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിന് ശേഷം നടത്തിയ അന്വേഷണത്തിൽ എനിക്ക് ആ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു സ്വകാര്യ സംഘടന അല്ലെങ്കിൽ മതപരമായ ചടങ്ങ് അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണെന്നാണ് എന്റെ ഓർമ്മ. ഞാൻ ആ സമയത്ത് സർവകലാശാലയുടെ സിൻഡിക്കേറ്റിൽ ഉൾപ്പെട്ടിട്ടില്ല, പിന്നീടാണ് സർവകലാശാലയുടെ സിൻഡിക്കേറ്റിൽ വന്നത്. അപ്പോ ഒരു വർഷം മുൻപ് അവിടെ ക്രിസ്മസ് കരോള് നടന്നു. ക്രിസ്മസ് കരോള് മതേതര ക്രിസ്മസ് ആണോ എന്നുള്ളതൊക്കെ ചോദിച്ചാൽ അത് ബഹുമാനപ്പെട്ട രജിസ്ട്രാറും മറ്റുള്ളവരുമാണ് ബോധ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ശ്രീമാൻ ആർ വി ബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ സർവകലാശാലയുടെ കലോത്സവം, സർവകലാശാല യൂണിയൻ സംഘടിപ്പിച്ച കഴിഞ്ഞ വർഷത്തെ കലോത്സവം ചരിത്രത്തിൽ ഇടം പിടിച്ചതൊന്നാണ്. ഹമാസിന്റെ പേര്, ഹമാസ് നമുക്കറിയാം, പാലസ്തീനില് ഹമാസ് നടത്തുന്ന വിശുദ്ധ യുദ്ധത്തിന് അവര് കൊടുക്കുന്ന പേരാണ് ഇന്തിഫദ. അതൊരു അറബി നാമമാണ്. ഈ പദം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പദം ഇട്ടുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ സർവകലാശാലയുടെ പൊതുപണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കലോത്സവം നടത്താൻ സർവകലാശാല യൂണിയൻ തയ്യാറായതും അതുപോലെ തന്നെ സർവകലാശാലയുടെ രജിസ്ട്രാർ അടക്കം അതിന് ഒത്താശ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പോ ആ പരിപാടി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഇടപെട്ടിട്ടാണ്, ചാൻസലറുടെ അടക്കം പരാതി പോയി. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറെ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ പരിപാടി ക്യാൻസൽ ചെയ്യുകയായിരുന്നു. അപ്പൊ മതപരമായ ബിംബങ്ങൾ അവിടെ മുൻപ് ഉപയോഗിച്ചിട്ടുണ്ട്. അന്നൊന്നും യാതൊരു പ്രതിഷേധങ്ങളോ പ്രതികരണങ്ങളോ ഇതേപോലെയുള്ള ചർച്ചകളോ സർവകലാശാലയിലോ പുറത്തോ പൊതുമണ്ഡലത്തിലോ ഉണ്ടായിട്ടില്ല. ഇവിടെ സംഗതി വ്യക്തമാണ്. മതപരമായ ആരാധനകൾ നടത്തരുത് എന്നുള്ള കരാർ അവർ ലംഘിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഉടമ്പടി ലംഘിച്ചിട്ടില്ല. മതപരമായ പ്രഭാഷണങ്ങൾ പാടില്ല എന്നുള്ള നിബന്ധന ലംഘിക്കപ്പെട്ടിട്ടില്ല. ഇത് ലംഘിക്കുമെന്ന് അദ്ദേഹത്തിന് ഊഹിക്കാനും കഴിയില്ല. അങ്ങനെ യാതൊരു സൂചനയും അവിടെ ഇല്ല. അവിടെ ഭാരതമാതാവിന്റെ പടം മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇത്
ഈ പരിപാടിയോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിലെ ബഹുമാനപ്പെട്ട ചാൻസലർ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലാകുന്നില്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഗവർണറായിട്ട് കേരളത്തില് ആദ്യമായിട്ട് വന്നയാളല്ല. ഇതിനു മുൻപ് പല സംസ്ഥാനങ്ങളിലും ഗവർണർ പദവി ഇരുന്നു. പ്രത്യേകിച്ച് ബീഹാർ പറഞ്ഞു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിമാചൽ പ്രദേശിലും അദ്ദേഹം അങ്ങനെ ഗവർണർ സ്ഥാനം വഹിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഓർക്കുന്നത്, മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ മറ്റ് ഭരണഘടനാപരമായ പല പദവികളും അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ഗോവയിലടക്കം അത് സ്വീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്തിട്ടുണ്ട്, കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ സാധാരണഗതിയിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് അദ്ദേഹം ഗവർണറായിട്ടുള്ള മറ്റ് രാജ്ഭവനുകളിൽ, ബീഹാറിന്റെ അടക്കം രാജ്ഭവനുകളിൽ ഈ പറഞ്ഞ പരിപാടികളിൽ, സർവകലാശാലയുടെ എല്ലാ പരിപാടികളിലും സെനറ്റ് യോഗങ്ങളിലടക്കം കൃത്യമായിട്ട് പങ്കെടുക്കുന്ന, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായിട്ട് ചാൻസലർ എന്നുള്ള നിലയിൽ ഇടപെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. അത് കേരളത്തിലും അങ്ങനെ നമുക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള സർവകലാശാലയുടെ 2 സെനറ്റ് യോഗത്തിൽ അദ്ദേഹം നേരിട്ട് പങ്കെടുത്തു. ബീഹാറിലടക്കം അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞതനുസരിച്ച് ഇതിങ്ങനെ സാധാരണഗതിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ വന്നപ്പോഴാണ് ഈ തരത്തിലുള്ള ഒരു കലാപമായിട്ട് ഈ ചിത്രം കാരണമാകുന്നത്. എനിക്കതിന്റെ കാരണം മനസ്സിലാകുന്നില്ല. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? അദ്ദേഹം ആശ്ചര്യപ്പെടുകയാണ് ആ പ്രസംഗത്തിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും കരാർ ലംഘനം നടത്തിയിട്ടില്ല, അവിടെ ഉടമ്പടികൾ ഒന്നും ലംഘിക്കപ്പെട്ടിട്ടില്ല. ഭാരതമാതാവിന്റെ പണം സംഘാടകര് വെച്ചു എന്നുള്ള കാരണം കൊണ്ട് അദ്ദേഹം നേരിട്ട് വന്ന് അവിടെ ആ പരിപാടി ചാൻസലറെ അധിക്ഷേപിക്കാൻ, അല്ലെങ്കിൽ ചാൻസലറെ അപമാനിക്കാനും ഈ പരിപാടി തടസ്സപ്പെടുത്താനുമുള്ള ശ്രമമാണ് എന്നുള്ളത് വ്യക്തമാണ്. അല്ല, ഇത് ഷിജു ഖാൻ ഉൾപ്പെടെയുള്ള ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ അറിയിച്ചത് ഒരുപക്ഷെ അനിൽകുമാർ ആവാനുള്ള സാധ്യത? സിൻഡിക്കേറ്റ് അംഗം എന്നുള്ളതിൽ എനിക്ക് കൃത്യമായിട്ടൊരു ധാരണ കിട്ടാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഈ കാര്യത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരേ സമയം രജിസ്ട്രാർ സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ വന്ന് ഈ പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും സമാന്തരമായി അതേ സമയത്ത് തന്നെ സിൻഡിക്കേറ്റ് അംഗമായ ശ്രീമാൻ ഷിജു ഖാന്റെ നേതൃത്വത്തിൽ പുറത്ത് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി അദ്ദേഹം അട്ടഹസിക്കുകയായിരുന്നു. ഇവിടെ ഈ പരിപാടി നടത്തില്ല എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സർവശക്തി സമാഹരിച്ചുകൊണ്ട് അവിടെ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചു. ആ സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരുപക്ഷെ സമാന്തരമായിട്ട് മറ്റു മാധ്യമങ്ങളിൽ കൂടി സമരത്തിന് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളിൽ കൂടി അദ്ദേഹം നടത്തിയ ആഹ്വാനം കലാപത്തിന്റെ സാധ്യതയുള്ള ഒരു ആഹ്വാനമായിരുന്നു. ആ തരത്തിലാണ് അവിടെ കുട്ടികൾ വരികയും ചാൻസലറുടെ പരിപാടി, കുട്ടികൾ മാത്രമല്ല ഈ പറഞ്ഞ പരിപാടി അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം പുറത്തു നടന്നത്. അപ്പൊ സമാന്തരമായിട്ട് ഇവര് 2 പേരും 2 സ്ഥലങ്ങളില് ഈ പരിപാടി പൂർണ്ണമായിട്ടും അലങ്കോലപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പെരുമാറിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ചാണ് ചാൻസലറുടെ കേരളത്തിലെ സർവകലാശാലകൾ SFIക്കും DYFIക്കും തീരെഴുതി കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ SFIക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ ഗവർണർ ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാൻ തുടങ്ങിയ സമയത്താണ് അവർക്ക് ഈ പ്രയാസങ്ങൾ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ കേരളത്തിലെ സഞ്ചാരത്തെ പോലും തടസ്സപ്പെടുത്തിയില്ലേ? സർവകലാശാലയിൽ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹത്തിന്റെ സ്വൈരവിഹാരം പോലീസിന്റെ സഹായത്തോടു കൂടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. നമുക്കറിയാമല്ലോ, അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്ന് രാജ്ഭവനിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിന്റെ റൂട്ടടക്കം, യാത്രാ സമയങ്ങളടക്കം കേരളത്തിന്റെ പോലീസ് SFIക്കാർക്ക്, സമരക്കാർക്ക് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ യാത്രയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. കൊല്ലം ജില്ലയിൽ തന്നെ ആയൂരിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര തടസ്സപ്പെടുത്താൻ SFIക്കാർ നേരിട്ട് വന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗവർണർക്ക് പോലീസിനെതിരെ തെരുവിൽ സമരം ചെയ്യേണ്ടി വന്നത്. അത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേരളം കണ്ടതാണ്. പറയാം, താങ്കൾക്ക് തുടരാം. കേരളം കണ്ടതാണ്. ആയൂരിലെ അദ്ദേഹം തെരുവിൽ പ്രതിഷേധിക്കേണ്ടി വന്നു. അപ്പൊ പോലീസിന്റെ ഒത്താശയോടുകൂടി ഭരണകൂടത്തിന്റെ നിർദ്ദേശാനുസരണം ഒരു കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല നടക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇപ്പോ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള സർവകലാശാലകളുടെ മുത്തശ്ശി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളില് സ്വകാര്യ സംഘടന നടത്തിയ ഒരു പരിപാടിയിൽ ഭാരതമാതാവിന്റെ ചിത്രം പ്രദർശിപ്പിച്ചതിനെതിരെയാണ് ഈ കലാപം മുഴുവൻ നടക്കുന്നത്. അതേ സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ മതപരമായ ചടങ്ങുകൾ നടന്നിട്ടുണ്ട്. ഇന്തിഫാദ എന്ന നിലയിൽ പരിപാടി സംഘടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിലേക്ക് ചെന്നാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ വിചിത്രമാണ്. അവിടെ ചില വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആ കവാടത്തിൽ തന്നെ ചാൻസലറെ അപമാനിക്കുന്ന ബാനറുകൾ ഉയർത്തുന്നു. സഭ്യമല്ലാത്ത ബാനറുകൾ, വാക്കുകൾ പോലും, വാചകങ്ങൾ പോലും എഴുതിയിട്ടാണ് അവിടെ ഈ പറയുന്ന തരത്തിൽ ബാനറുകൾ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ചില വിദ്യാർത്ഥി സംഘടനകൾക്കുണ്ട്. അതുപോലെ സർവകലാശാലകളിലെ
പ്രാതിനിധ്യ ജനാധിപത്യത്തെ പോലും അവർ അംഗീകരിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിച്ച് നടപ്പാക്കാൻ ചില സംവിധാനങ്ങൾ ബഹുമാനപ്പെട്ട ചാൻസലർ അടക്കം ഈ രജിസ്ട്രാർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അങ്ങനെ ഒരു സംവിധാനം ഒരുക്കി വെച്ചിരിക്കുകയാണ്.